എന്തായാലും ഈ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണക്ഷൻ ഉണ്ട്, പ്ലേയേഴ്സൊക്കെ ആയിട്ടാകുമ്പോൾ. ബട്ട് അല്ലാതൊരു കണക്ഷനും ഇല്ല, സ്വാതന്ത്ര്യം തന്നെ പറയുകയാണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് താരങ്ങൾ കർവൻസ് ബെൽഫോർട്ടും അതുപോലെ തന്നെ അദ്ദേഹം കാലിക്കറ്റ് ടീമിൽ കളിച്ചിരുന്നു, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്. അതുമാത്രമല്ല ചെഞ്ചോ ഗിൽഷൻ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇവർ രണ്ടുപേരും ലളിത്പൂർ FC എന്ന് പറയുന്ന നേപ്പാൾ ക്ലബ്ബിലേക്ക് കൂടി മാറിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഒരു ടീമിൻ്റെ പരിശീലകൻ എന്ന് പറയുന്നത് അതും ISL വേരുകളുള്ള പരിശീലകനാണ്, PFCയുടെ കോച്ചായ സൈമൺ ഗ്രേസണാണ്. എന്തായാലും ഇപ്പോൾ രണ്ട് സൂപ്പർ താരങ്ങൾ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച രണ്ട് ചെഞ്ചോ ഗിൽഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഭൂട്ടാൻ്റെ ഒരു സൂപ്പർ താരമാണ്. അതുപോലെ തന്നെ ലീഗിൽ അദ്ദേഹം വേറെ ലെവൽ താരമായിരുന്നു. എനിക്കൊന്ന് റൗണ്ട് ക്ലാസ്സിനൊക്കെ വേണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളൊരു താരമാണ്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ നേപ്പാൾ സൂപ്പർ ലീഗിലേക്ക് ചേക്കേറുകയാണ്. ലളിത്പൂർ FC പിന്നെ സൈമൺ ഗ്രേസ് മുൻ ബംഗളൂരു FC കോച്ചാണ് ആ ഒരു ടീമിൻ്റെ പരിശീലകൻ എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ